അങ്ങനെ പോയ നിന്നെ ഞാൻ പിന്നെ വച്ചിക്കല. അയ്യോടാ, എവിടെയാ മഹാനായ മനുഷ്യൻ? എവിടെയാ ജനസേവകൻ? ആര്? മഹാത്മാഗാന്ധിയോ? അയ്യോ, അദ്ദേഹം ഇവിടെ ഇല്ല. ഗാന്ധിജി മഹാനായിരുന്നു, ജനസേവകനായിരുന്നു. പക്ഷെ അദ്ദേഹം ബാറൂർ ബാലിന് കസേര കൊടുത്തിട്ടില്ല, പുതിയ കത്രികയും കത്തിയും കൊടുത്തിട്ടില്ല. ഈ പച്ച മുതലാളിയുടെ വലിയ മനസ്സിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല. ഒരു കവിത റെഡിയാക്കിയിട്ടുണ്ട്, അതൊന്ന് അദ്ദേഹത്തെ വായിച്ച് കേൾപ്പിക്കണം. പോണം. താൻ കവിത കൊണ്ട് കവലയിലുള്ളവരെ ആക്രമിക്കാറുണ്ടെന്നറിയാം. ഇപ്പൊ കളി വീട്ടിൽ കയറി തുടങ്ങിയോ? ആരാ വർക്കി? ഇതാ പിർലൂസ് കവിയാ മുതലാളി. ഇവനൊക്കെ കാശ് കൊടുത്താൽ തിരിച്ചു കിട്ടുവോ? അയ്യോ, കാശിനല്ല മുതലാളി, ഞാൻ മുതലാളിയെ കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട്. ആരോട് ചോദിച്ചിട്ട്? അനുഗ്രഹിക്കണം മുതലാളി. നന്നായി വരട്ടെ. ബാലിന് ഫ്രീ ആയി കസേര കൊടുത്ത മുതലാളിയെ പറ്റി ഞാൻ എഴുതിപ്പോയി. കറങ്ങുന്ന ചേർന്ന് ബാലിന് നൽകിയ പണം കൊണ്ട് തറവാട്ടിൽ തറക്കല്ല മീപ്പച്ചൻ. ഈ നാട്ടുകാർക്ക് കുറഞ്ഞ നിരക്കിൽ പണം നൽകി സേവിക്ക് പലിശ പ്രമാണി. കുരിയത്ത് സാറാമത് 80 മാർക്ക് ബമ്പറടിച്ചപ്പോൾ പിറന്ന പുത്രൻ. എടാ വർക്കി, ഇവന് ആള് കൊള്ളാലോ. പക്ഷേ മുതലാളി, ഇവനിത് കവല ചെന്നല്ലേ പാടേണ്ടത്. എന്നാലല്ലേ ആളുകൾക്കിടെ മുതലാളിക്കൊരു... അത് ശരിയാ. ഞാനിത് എല്ലാ കവലകളിൽ നിന്ന് പാടാം മുതലാളി. എന്റെ ചെറിയൊരു ആഗ്രഹം മുതലാളി സാധിച്ചു തരണം. എന്താഗ്രഹം? മുതലാളി കസേര കൊടുത്ത സ്ഥിതിക്ക് മുതലാളി പറഞ്ഞ ബാലം കേൾക്കും. അശോകരാജ് മുഖേന സിനിമയിലൊരു ഗാനം എഴുതാൻ. അത്രേ ഉള്ളൂ. അശോക് രാജ് ഊണിരിക്കാൻ എന്റെ വീട്ടിൽ വരുന്നുണ്ടല്ലോ, അപ്പൊ താനും വന്നോളൂ, ഞാൻ പരിചയപ്പെടുത്തി തരാം. എത്ര ഗാനങ്ങളുണ്ട് ഇപ്പൊ കയ്യില്? 5-6 ഉണ്ട്. അയ്യോ, അത് പോരാ, ഒരു 500 ഉണ്ടെങ്കിലും വേണ്ടേ? വലിയൊരു മനുഷ്യന്റെ മുമ്പിൽ ചെന്ന് 5-6 ഗാനങ്ങളേ ഉള്ളൂ എന്ന് പറയാൻ നാണക്കേടല്ലോ. എഴുതാ മുതലാളി, 500 എങ്കിൽ 500. ഈ നിമിഷം മുതൽ ഞാൻ നിർത്താതെ എഴുതുകയാണ്. കറങ്ങുന്ന ചേർന്നു ബാലനു നൽകിയ 117 തരം ഭ്രാന്തികളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്.